എൻ്റെ ഹസ്ബൻഡ് അവിടെ. ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രണ്ടു പേരും കൂടെ റീച്ചിന് വേണ്ടി കളിക്കുന്ന ഒരു നാടകമാണോ? ആളെവിടെ? ആൾ നാട് വിട്ടോ? ആൾ വേറെ പെണ്ണ് കെട്ടിയോ? ആളെ ഞാൻ ചതിച്ചിട്ട് വന്നതാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. 2006 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസിനെ ഇതാക്കിയിട്ട് ഒരിക്കലും എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും അത് ഒരു വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല, ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ രീതിയിൽ. തനിച്ച് താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ കുറുവാ സംഘം മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്ന സമയത്ത് മക്കൾ സേഫായിരിക്കണം എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ മക്കളെ എൻ്റെ മക്കളെ എന്നെയൊക്കെ തലക്കടിച്ച് കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരും കൂടെ ഇൻഡയറക്റ്റ്ലി മെയിനായിട്ട് നിങ്ങളും കൂടെ ഒരു റീസൺ ആയിരിക്കും. ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഒന്നും പറയാതിരുന്നത്. ഒരു കോമൺ സെൻസുള്ള ആൾക്കാർക്ക് വീഡിയോ കണ്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഇത് ഓപ്പണായിട്ട് പറയണം, അതിനുശേഷം നിങ്ങളുടെ അന്തിച്ചർച്ചകൾക്ക് ഞാനൊരു കാരണമായി തീരാനും വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. അതിനുവേണ്ടി എന്നെക്കൊണ്ട് പറയിപ്പിക്കാനും വേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതിനും വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുമുണ്ട്. കണ്ടൻറ്റിന് വേണ്ടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ കണ്ടൻറ് ഇല്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇവർ വേർപിരിഞ്ഞു, അതിൻ്റെ റീസൺ എന്താണ്? പിന്നെ അതിൻ്റെ അടുത്തത് അറിയേണ്ടത് ആരുടെ പുറത്താണ് തെറ്റ്, ആരാണ് തെറ്റുകാരി, ആരാണ് തെറ്റുകാരൻ. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും. ശരിക്കും എനിക്കിതൊരു കണ്ടൻറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 3 വീഡിയോ ഇടാനുള്ള കണ്ടൻറ് ഇല്ലേ, അതും വെച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാമല്ലോ. പക്ഷെ ഞാനത് മാക്സിമം ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ റിവീൽ ചെയ്യാതെ ഞാനും എൻ്റെ മക്കളും വീട് മാറി, പറഞ്ഞല്ലോ വീട് മാറുന്നു, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. ബട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ പുറത്ത് എന്നെ അങ്ങേയറ്റം ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം വേദനിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന കുറേ ആൾക്കാരായിട്ടാണ് ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പോൾ പിന്നെ അതല്ലാതെ അതിൻ്റെ പുറകെ വരുന്ന വേറെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ ഇത്രത്തോളം പ്രോബ്ലംസ് ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. യൂട്യൂബിലൂടെ ഒരുപാട് സബ്സ്ക്രൈബൊക്കെ ഉള്ള ഒരു പെൺകുട്ടി ഇപ്പോൾ ചാനലിലൂടെ വന്ന് പറയുന്നുണ്ട്, ഞാൻ മാനസികമായി വലിയ പ്രയാസത്തിലാണ്. കാരണം അവളുടെ കുടുംബജീവിതവുമായ വിഷയങ്ങളെക്കുറിച്ച്, എൻ്റെ ഭർത്താവിൻ്റെ ത്വലാഖും പരമായ വിഷയത്തെക്കുറിച്ച് അവൾ വീഡിയോ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയെക്കുറിച്ച് ഞാനിപ്പോൾ മാനസികമായി വലിയ പ്രതിസന്ധിയിലാണ്. ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ആരും വീഡിയോ ചെയ്യരുത്, ഇതിനൊരു കണ്ടൻ്റായി ആരും ഉപയോഗിക്കരുത് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ കുടുംബത്തിന്, തൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പറഞ്ഞിട്ട് ഇതൊന്നും ആരും വീഡിയോ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ വന്ന ഉടനെ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അവളെക്കുറിച്ചും അവളുടെ വിഷയത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ ചെയ്തതിന് ശേഷം വീണ്ടും വീഡിയോയിൽ വന്ന് പറയുകയാണ്, എന്നെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തതിന് എനിക്ക് വലിയ സങ്കടമുണ്ട്, എനിക്കിത് മാനസികമായ വലിയ പ്രശ്നമാണ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. തൻ്റെ വീടിൻ്റെയും കുടുംബത്തിൻ്റെയും ചില ആളുകൾ ഏതുവരെ എന്ന് പറഞ്ഞാൽ തൻ്റെ വീടിൻ്റെ കടപ്പറയുടെ കാര്യങ്ങളുമൊക്കെ വീഡിയോയിലൂടെ വന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നാം ഇത് ചെയ്യുമ്പോൾ തീർച്ചയായും അതിനെതിരെ ജനങ്ങൾ പല നിലക്കുള്ള വീഡിയോകൾ ചെയ്യാതിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീഡിയോകൾ ജനങ്ങൾ ചെയ്യുന്നത് എന്ത് കാരണം കൊണ്ടാണ്, എന്തുകൊണ്ട് അവരിത് ചെയ്യുന്നു? ഇത് ആരുടെ ഭാഗത്തുണ്ടായ തെറ്റാണ്? കൃത്യമായി നാം മനസ്സിലാക്കണം. നമ്മുടെ ഭാഗത്ത് വരുന്ന ചില വീഴ്ചകളാണ്. നമ്മുടെ കുടുംബപരമായ കാര്യങ്ങൾ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും യൂട്യൂബിലൂടെയും പല രീതിയിലും. നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയം, വീട്ടിലെ ഭാര്യ, മക്കൾ, അതുപോലെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നാം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ട് അവർക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അവർ തീർച്ചയായും പറയുക തന്നെ ചെയ്യും. പിന്നെ മാനസികമായി വലിയ പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നത് ആദ്യം നാം ചിന്തിക്കണം. നമ്മുടെ കുടുംബകാര്യങ്ങൾ നാം ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പറയരുത്.
പറഞ്ഞത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട്. നോക്കൂ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ കൂടുതലാണ് ഇത്തരത്തിലുള്ള കുടുംബകാര്യങ്ങളൊക്കെ പലതും വീഡിയോയിൽ വന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും, ചില രഹസ്യമായ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല എന്നാണ് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെക്കുറിച്ചൊക്കെ ദയ്യൂസ്, അവർ നാളെ പരലോകത്ത് ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. അത്രത്തോളം തൻ്റെ ഭാര്യയുടെ രഹസ്യങ്ങളും ഭർത്താവിൻ്റെ രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞത് തന്നെ ലിബാസ് എന്നാണ്, വസ്ത്രം എന്നാണ്. വസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? നമ്മുടെ ന്യൂനതകളെ മറച്ചു വെക്കേണ്ടതാണ്. ഭർത്താവിൻ്റെ എല്ലാ ന്യൂനതകളും ഭാര്യ മറച്ചു വെക്കണം, ഭാര്യയുടെ എല്ലാ ന്യൂനതകളും ഭർത്താവ് മറച്ചു വെക്കണം. അതാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത്. എന്തല്ലെങ്കിൽ അതിൽ കുറവുകൾ ഉണ്ടാകാം. മനുഷ്യരല്ലേ, ഭാര്യ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, ഭർത്താവ് എന്ന് പറയുമ്പോൾ മനുഷ്യരാണ്. പരസ്പരം കുറവുകളൊക്കെ ഉണ്ടാകാം. ആ കുറവുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നല്ല ഇസ്സത്തുള്ള ജീവിതം നയിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം സമൂഹ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പലരും വീഡിയോ ചെയ്യും. വീഡിയോ ചെയ്യാൻ കാരണം ഒരുക്കിയത് ആരാണ് നമ്മുടെ കുടുംബത്തിൻ്റെ രഹസ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പുറത്ത് പറഞ്ഞ് നാം തന്നെയാണല്ലോ. അപ്പം നാം ആദ്യം ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നാം ചിന്തിക്കണം, ഇതെൻ്റെ കുടുംബപരമായ വിഷയങ്ങളാണ്, ഇത് എന്നെ വല്ലാണ്ട് ബാധിക്കും, ഇത് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത്. പിന്നെ ഇന്ന് നോക്ക്, നമ്മുടെ മക്കളൊക്കെ ഇത്രയും ഒരു മോശപ്പെട്ട ആളുകളാകാൻ കാരണം എന്താണ്? അവർ വീട്ടിലിരുന്ന് കുടുംബം ഒന്നിച്ചിരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇത് നിസ്സാരമായി കാണും. അതിൻ്റെ താഴെ കമൻറ്റുണ്ട്, മാഷാ അല്ലാ, തബാറക്കല്ലാ എന്ന് പറഞ്ഞ് അവരിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കമൻറ്റും എഴുതും. അപ്പോൾ മക്കളൊക്കെ വിചാരിക്കും ഇതൊക്കെ നിസ്സാരമായ കാര്യമാണെന്ന് വിചാരിക്കും. അള്ളാഹുവിൻ്റെ വലിയ കുറ്റകരമായ വിഷയത്തൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും വളരെ നിസ്സാരമായി കൊണ്ട് വീഡിയോ ചെയ്യുകയാണ്. അത് സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും വലിയ അപകടം വരുത്തും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച് അവസാനം ഖേദിക്കുന്നതിന് പകരം ആദ്യം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കണം. ആ പെൺകുട്ടി പറയുന്നുണ്ട്, എന്നോട് ഒരുപാട് ആളുകൾ ഭർത്താവിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയാതിരിക്കാതെ വയ്യ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഭർത്താവിൻ്റെ കാര്യം ചോദിക്കാൻ തുടങ്ങി? എന്തുകൊണ്ട് പറയേണ്ടി വന്നു? ഇതൊക്കെ വരാനുള്ള കാരണം എന്താ? നാം തന്നെ വലിച്ചു വരുത്തിയതാണല്ലോ. പിന്നെ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ വരുമ്പോൾ തീർച്ചയായും നമ്മെ കല്ലെറിയാൻ പലരും കാത്തു നിൽക്കും. അതൊക്കെ സഹിക്കാനും തരണം ചെയ്യാൻ നാം സന്നദ്ധരായി കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ ഇറങ്ങണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ സന്തോഷം റാഹത്ത് നൽകട്ടെ. മാനസികമായ പ്രശ്നങ്ങൾ വരുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാതെ നല്ല ചിട്ടയുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.